അതുപോലെ നമ്മുടെയൊക്കെയും ഹൃദയങ്ങളിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഭൂമികളിലേക്ക് ഹാജിമാരൊക്കെ സംഗമിക്കുന്ന സമയം എനിക്കവിടെ ഒന്ന് എത്താൻ കഴിയണമെന്ന ആഗ്രഹം ഒന്നാമത് നമ്മുടെ ഖൽബിന്റെ ഉള്ളിലുണ്ടാവണം. അല്ലാഹു തആല നമ്മയൊക്കെയും ഹജ്ജിനെ എത്തിച്ചു നൽകുമാറാകട്ടെ. ഹജ്ജ് ചെയ്യാൻ നമ്മൾ നേരിട്ട് പോയില്ലെങ്കിലും ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന ചില അമലുകൾ നമുക്കുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പറ്റം സ്വഹാബിമാര് വന്നു. യാ റസൂലല്ലാഹ്, ഒരാവലാതി ഞങ്ങൾക്ക് പറയാനുണ്ട് നബിയെ, പരിഹാരം പറഞ്ഞു തരുമോ? ഞങ്ങൾക്ക് ചില വിഷയങ്ങൾ പറയാനുണ്ട്, പരിഹാരം പറഞ്ഞു തരുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നവരുടെ പരാതി എന്താണ്? ഞങ്ങൾ വളരെ വളരെ ഫഖീറുമാരായി ജീവിതം നയിക്കുന്ന ആളുകളാണ്, ഫിനാൻഷ്യലി അത്ര സൗണ്ടൊന്നുമില്ലാത്ത മനുഷ്യരാണ്, ഞങ്ങളുടെ കൈകളിൽ ആവശ്യത്തിന് മുതലുള്ളവരല്ല, ആവശ്യത്തിന് ഞങ്ങൾക്ക് ചെലവഴിക്കാൻ സമ്പത്തുള്ളവരല്ല, ഞങ്ങൾ നിസ്കരിക്കാറുണ്ട് നബിയെ, നോമ്പെടുക്കാറുണ്ട് നബിയെ, എന്നാൽ ഞങ്ങളുടെ സഹോദരങ്ങളോ അവര് ചെയ്യുന്ന ചില അമലുകൾ ഞങ്ങൾക്ക് ചെയ്യാനാകുന്നില്ല, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എന്താണ് നിങ്ങളുടെ സഹോദരങ്ങളുടെ പ്രവർത്തനം? അവരിൽ ചില ആളുകളുണ്ട് നബിയെ, അവരുടെ പ്രത്യേകത എന്താണെന്നോ? അവരിടയ്ക്കിടയ്ക്ക് ഉംറയ്ക്ക് പോകുന്നവരാണ് നബിയെ. ഹജ്ജിന്റെ അവസരം വരുമ്പോ അവര് കൊല്ലങ്ങളിൽ ഹജ്ജിനു വേണ്ടി യാത്ര തിരിക്കുന്നവരാണ്. അവരതുപോലെ റബ്ബിന്റെ മാർഗത്തിൽ വലിയ സദഖ ചെയ്യുന്നവരാണ്. ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയൂല, സാധുക്കളായ ആളുകളാണ് ഞങ്ങൾ പാവങ്ങളായ മനുഷ്യരാണ്, പരിഹാരം പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? എല്ലാ കൊല്ലവും ഹജ്ജിന് പോകാൻ കഴിയുന്ന ആരെങ്കിലും എൻ്റെ വയത് കേൾക്കുന്നുണ്ടോ? ഫിനാൻഷ്യലി പലപ്പോഴും നമുക്കതിനുള്ള സൗകര്യങ്ങൾ ഒത്തുവരാറില്ല. മാസങ്ങളിൽ എല്ലാ മാസത്തിലും ഉംറയ്ക്ക് പോകാൻ കഴിയുന്നവരുണ്ടോ? ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങളിൽ നടക്കുമെന്നല്ലാതെ എപ്പോഴും അതിന് സാധ്യമല്ല. വലിയ സംഭാവന റബ്ബിന്റെ മാർഗത്തിൽ നൽകാൻ പലപ്പോഴും നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മെ അനുവദിക്കാറില്ല. എന്നാൽ അതിനുള്ള ഉത്തരം നബി തങ്ങൾ പറഞ്ഞു തരുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എല്ലാ കൊല്ലവും ഹജ്ജ് ഞങ്ങൾക്ക് കഴിയുന്നവരല്ല, ഉംറ കഴിയുന്നവരല്ല, ഞങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകാനുള്ള സാമ്പത്തിക ശേഷിയില്ല, പരിഹാരം തരുമോ യാ റസൂലല്ലാഹ്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ മറുപടി വരികയാണ്. നിങ്ങൾക്ക് ഈ കൂലി വേണോ സ്വഹാബാ? എന്നാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അമലേതാണ്? നിസ്കാരം കഴിഞ്ഞ ഉടനെ ചൊല്ലിക്കോ സുബ്ഹാനല്ലാഹ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ചൊല്ലിക്കോ അൽഹംദുലില്ലാഹ്. നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലിക്കോ അല്ലാഹു അക്ബർ. ഈ പറഞ്ഞ 3 കാര്യങ്ങളുടെ പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് ചെയ്ത കൂലി കിട്ടാനുണ്ട്, ഉംറ ചെയ്ത കൂലി കിട്ടാനുണ്ട്, വലിയ ഒരു സംഖ്യ റബ്ബിന്റെ മാർഗത്തിൽ സദഖ ചെയ്ത കൂലി കിട്ടുന്ന അമലേതാണ്? നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമ്മൾ ചെല്ലാറില്ലേ? എത്ര വലിയ അമലാണ്. ചില ആളുകൾ അത് നിസാരമായി കാണുന്നവരുണ്ട്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസാരപ്പെട്ട അമലൊന്നുമല്ല.
നിസ്സാരമായി കളയേണ്ട അമലല്ല. ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുന്ന അമലാണത്. ഉംറ ചെയ്ത പ്രതിഫലമുള്ള അമലാണത്. അള്ളാന്റെ മാർഗത്തിൽ വലിയ സംഖ്യ സദഖ ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകുന്ന അമലാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 33 തവണ സാധാരണ നമ്മുടെ പള്ളികളിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ചെല്ലാറില്ലേ? ഒരു കാര്യവും ഇല്ലെങ്കിലും എഴുന്നേറ്റ് പോകുന്ന എത്ര ആളുകളാണുള്ളത്? പ്രതിഫലം അറിയാത്തത് കൊണ്ടാണോ? എന്നാൽ ഇനി നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ഒരു കാര്യവുമില്ലെങ്കിലും പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓടുന്ന കുറേ ആളുകളുണ്ട്. പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോവാ, ഒരു കാര്യം ഉണ്ടാവില്ല. ജുമുഅ കഴിഞ്ഞു, ഒരു സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലി ദ്വാരക്കുന്നുണ്ട്. എനിക്കതിനിരിക്കാൻ സമയമില്ല, എനിക്ക് വേറെ എന്തൊക്കെയോ തിരക്കുണ്ട്. എന്ത് തിരക്കാ? ഒരു ഹജ്ജിന്റെ കൂലിയുള്ള അമല് മാറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ എന്ത് തിരക്കാ നമ്മുടെ ജീവിതത്തിലുള്ളത്? ഒരു ഹജ്ജിന് പോകണമെങ്കിൽ എത്ര റുപ്യ വേണ്ടത്? ഉസ്താദ് എത്ര റുപ്യ ഇവിടെ? 6 ലക്ഷം 7 ലക്ഷം ഒക്കെ വേണം. ഈടി കേൾക്കണ്ട. പല ഗ്രൂപ്പുകളും പലതാണല്ലോ വാങ്ങുക. ഈടി കേൾക്കണ്ട. ഗ്രൂപ്പ് നേതാക്കളെയൊക്കെ വീട്ടിൽ അങ്ങനെ സാധനം ഉണ്ടല്ലോ, അഴിച്ചു വിട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈടി. അതുകൊണ്ട് കേൾക്കണ്ട. ഉസ്താദുമാരും അതുകൊണ്ട് വരുമാനത്തെ കുറിച്ചൊന്നും പറയരുത്. അപ്പോ 5, 6, 7 ലക്ഷം രൂപയൊക്കെ ചിലപ്പോൾ ചിലവാകും. ഗവൺമെന്റിൽ പോകാൻ 3.5-4 ലക്ഷം രൂപ വരെ ചിലവുണ്ട്. അത്ര വലിയൊരു അമല് കളഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട എന്ത് അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? 1 ലക്ഷം രൂപയ്ക്കടുത്ത് ചെലവാകും ഉംറയ്ക്ക് പോയി വരാൻ. അത്ര വലിയ ഒരു അമൽ കളഞ്ഞിട്ട് കഅബാലയത്തിന്റെ ചാരത്ത് ചെന്ന് നിൽക്കാൻ ഭാഗ്യം കിട്ടുന്ന ഒരു അമലിന്റെ പ്രതിഫലം കളഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ മാത്രം എന്ത് തിരക്കാ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു വലിയ സംഖ്യ സദഖ ചെയ്ത പ്രതിഫലം അതും കളഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് തിരക്കാണുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, വീടുകളിൽ നിസ്കരിക്കുന്ന ഉമ്മമാര് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ പായമടക്കിയിട്ട് എഴുന്നേറ്റ് പോകും. വേണ്ട, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അമലാണ് നമ്മളൊക്കെയും നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലുന്ന സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും. അത് അവിടെ ഇരുന്ന് ചൊല്ലിക്കോ, വലിയ പ്രതിഫലം നമുക്ക് അല്ലാഹു നൽകാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു